എന്തുകൊണ്ടാണ് ഒരേ സാധനം വിൽക്കുന്ന രണ്ട് ബിസിനസ്സുകളിൽ ഒന്ന് വെറും ഒരു തെരുവോര കടയായും മറ്റൊന്ന് വലിയൊരു ബ്രാൻഡായും വളരുന്നത് എന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഉൽപ്പന്നം ചിലപ്പോൾ ഒന്നാണെങ്കിലും അവരുടെ മാർക്കറ്റ് രണ്ടായി മാറുന്നത് എന്തുകൊണ്ടാണ്? ഈ വ്യത്യാസം വരുന്നത് അവരുടെ ബിസിനസ് ലൊക്കേഷൻ കൊണ്ടാണോ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഘടകമാണോ എന്ന് നമുക്കൊന്ന് ചർച്ച ചെയ്യാം. അപ്പോ അതിൽ നമ്മൾ സീരിയസ് ആയിട്ടുള്ള ഒരു ചർച്ചയിലേക്ക് നമുക്ക് കടക്കാം. വെൽക്കം ടു ബിസിനസ് മാസ്റ്ററി ഹബ്ബ്. നിങ്ങളോടൊപ്പം ഞാൻ ദിനേശ് മുങ്ങത്ത്. വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യത്തിലെ ചർച്ചയിലേക്ക് നിങ്ങളെ ഞാൻ ക്ഷണിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഒരേ ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന രണ്ട് അവസ്ഥകൾ ഉണ്ടാവുന്നത് എന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതായത് ഒരു തെരുവോര കട ഒരു ബ്രാൻഡ് ആയി വളരുന്നതും അതേ സാധനം തന്നെ ഒരു തെരുവിലെ കടയായി മാറുന്നതും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഇതിനെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. എവിടെയാണ് ഇതിന്റെ യഥാർത്ഥ വിഷയം കിടക്കുന്നത്? ഒരു ബ്രാൻഡ് ബിൽഡ് ചെയ്യപ്പെടുന്നത് എങ്ങനെയാണെന്നതിനെ പറ്റിയിട്ടുള്ള ഒരു വിശകലനം നമുക്ക് നടത്തിക്കളയാം. നിങ്ങൾ സീരിയസ് ആയിട്ടുള്ള ഒരു ബിസിനസ് പേഴ്സൺ ആണ്, നിങ്ങൾക്ക് ഒരു സ്ട്രാറ്റജി ബിൽഡർ ആണ്, അല്ലെങ്കിൽ നിങ്ങൾ ഒരു എന്റർപ്രണറിലേക്കുള്ള ജേണി തുടങ്ങുന്ന ഒരാളാണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചെടുക്കുക. ബാക്കി നമുക്ക് കൂടുതലായിട്ട് സീരിയസ് ആയിട്ട് കാര്യങ്ങൾ കിടക്കാം. നോക്കൂ, എവിടെയാണ് നമ്മൾ യഥാർത്ഥത്തിൽ ഒരു ബ്രാൻഡ് ബിൽഡിംഗ് നടക്കുന്നത്? മറ്റൊന്നുമല്ല, ഇത് ഒരു തിങ്കിങ് ലെവലിന്റെ വ്യത്യാസമാണെന്നറിയാം. നിങ്ങൾ ഒരു ലോക്കൽ കളിപ്പാട്ടക്കാരനായിട്ടാണോ അതോ ഒരു ബ്രാൻഡ് ഉടമയായിട്ടാണോ മാറുന്നത് എന്ന് ഒന്ന് വിശകലനം ചെയ്ത് നോക്കാം. ഇവിടെ നമ്മുടെ ചിന്താഗതികളാണ് നമ്മുടെ മാർക്കറ്റിന്റെ അതിരുവരമ്പുകൾ നിശ്ചയിക്കുന്നത് മനസ്സിലാക്കാൻ സാധിക്കും. ഇന്നത്തെ വീഡിയോയിൽ എങ്ങനെ ഒരു ചിന്താഗതി മാറ്റി നമ്മുടെ മാർക്കറ്റ് വലുതാക്കാം എന്നതിനെ പറ്റിയാണ് ചർച്ച ചെയ്യുന്നത്. താല്പര്യമുള്ളവരൊന്ന് ജസ്റ്റ് നിങ്ങളുടെ പേരും ബിസിനസ്സും ഒന്ന് താരെ എഴുതി വെച്ചേക്കുക. കാരണം നിങ്ങൾ എത്രത്തോളം ഇൻട്രസ്റ്റഡ് ഉള്ള ആൾക്കാരാണെന്ന് ഇതിലൂടെ മനസ്സിലാക്കും. ഞാൻ പറയുന്ന വീഡിയോ നിങ്ങൾക്ക് ഒരു നെവർ മൈൻഡ് ആയിട്ടാണ് എടുക്കാനുള്ളതെങ്കിൽ ഇനി അങ്ങോട്ട് നിങ്ങൾ കാണാതിരിക്കുക. കാരണം ഇതുകൊണ്ട് നിങ്ങൾക്ക് യാതൊരു ഗുണവും ചെയ്യില്ല. അതുകൊണ്ട് സമയം കളയരുത് എന്നുള്ള റിക്വസ്റ്റ് ആണ്. ഇത് പറയാൻ പോകുന്നത് നിങ്ങൾക്ക് എവിടെയെങ്കിലും ക്ലിക്ക് ആവാൻ പോകുന്ന കാര്യങ്ങൾ, നിങ്ങളുടെ ബിസിനസ്സിനെ മാറ്റപ്പെടുത്തുന്ന ഒരു കാര്യമാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് നിങ്ങളുടെ ബിസിനസ് നിങ്ങളുടെ പേരും താഴെ ഒന്ന് ടൈപ്പ് ചെയ്ത് വെച്ചുക. ബി എ സീരിയസ്. നമ്മൾ വെറുതെ സമയം കളയാനുള്ള കാര്യങ്ങളല്ല ഇവിടെ പഠിപ്പിക്കുന്നത്. ഇവിടെ ഒരു മോട്ടിവേഷനോ കാര്യങ്ങളോ ഒന്നുമല്ല നൽകുന്നത്. ദ സീരിയസ് ഓഫ് അവർ ബിസിനസ് ഇംപ്രൂവ്മെന്റിനെ പറ്റിയിട്ടാണ്. ഈ കമ്മ്യൂണിറ്റി പൂർണ്ണമായിട്ടും സീരിയസ് ആയി ബിസിനസ് താല്പര്യമുള്ളവർക്ക് മാത്രമുള്ളതാണ്. ഒരു അബദ്ധത്തിൽ ബിസിനസ്സിൽ ചെന്ന് ചാടിയവരോ ഒരു ടൈം പാസിന് വേണ്ടി ബിസിനസ് ചെയ്യുന്നവർക്കോ ഉള്ള ഒരു വേദിയല്ലെന്ന് ആദ്യം തന്നെ പറഞ്ഞു പോട്ടെ. അത്രയും ആൾക്കാരെ നമുക്ക് ഇവിടെ നല്ല ആൾക്കാരെ മാത്രം നമുക്കുണ്ട്. ബിസിനസ്സിൽ പ്രധാനമായിട്ട് 3 ചിന്താഗതിക്കാരുണ്ട് എന്ന് തിരിച്ചറിയുക. നിങ്ങൾ ഇതിൽ ഏത് ചിന്താഗതിക്കാരനാണെന്ന് ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടിയിരിക്കണം. അതായത് ഒന്നാമത്തെ ചിന്താഗതിക്കാരെ പറയുന്ന പേര് സർവൈവൽ മൈൻഡ് സെറ്റ് ഉള്ളവർ എന്നാണ്. അതായത് ഇന്നത്തെ ചിലവ് അങ്ങനെ നടന്നു പോയാൽ മതി എന്ന് ചിന്തിക്കുന്നവർ. അവരുടെ മാർക്കറ്റ് എപ്പോഴും വളരെ ചെറുതായിരിക്കും എന്നുള്ള സത്യം മനസ്സിലാക്കുക. രണ്ടാമത്തെ മൈൻഡ് സെറ്റ് ഉള്ള ആൾക്കാർ എന്ന് വെച്ചാൽ കോമ്പറ്റീഷൻ മൈൻഡ് സെറ്റ് എന്ന് പറയും. മത്സര ചിന്തയുള്ളവരാണ്. അടുത്ത കടക്കാരനേക്കാൾ കൂടുതൽ ഞാൻ എങ്ങനെ വിൽക്കും, അടുത്ത കടക്കാരൻ നേടുന്നതിനേക്കാളും കൂടുതൽ പ്രോഫിറ്റ് ആയിട്ട് ഞാൻ എങ്ങനെ എന്റെ സാധനത്തെ വിൽക്കും എന്ന് ചിന്തിക്കുന്നവരാണവർ. അവരെപ്പോഴും മറ്റുള്ളവരുമായി തല്ലുകൂടി ഒരേ മാർക്കറ്റിൽ തന്നെ കുടുങ്ങിക്കിടക്കുമെന്നുള്ളതാണ്. മൂന്നാമത്തെ മൈൻഡ് സെറ്റ് ഉള്ള ആൾക്കാരാണ് ഡോമിനൻസ് മൈൻഡ് സെറ്റ് അല്ലെങ്കിൽ വിഷണറി മൈൻഡ് സെറ്റ് ഉള്ള ആൾക്കാർ. നേതൃത്വ ചിന്താശക്തിയുള്ളവർ. ഞാൻ എങ്ങനെ ഈ മേഖലയിൽ പുതിയൊരു മാറ്റം കൊണ്ടുവരും, എങ്ങനെ കസ്റ്റമറുടെ ജീവിതം കൂടുതൽ എളുപ്പമുണ്ടാക്കും, അതിലൂടെ എങ്ങനെ എന്റെ പ്രോഫിറ്റ് കൂട്ടും എന്ന് ചിന്തിക്കുന്നവരാണ് ഇവർക്ക് മുന്നിൽ ലോകം മുഴുവൻ ഒരു മാർക്കറ്റായി തുറക്കപ്പെടുന്നു എന്നുള്ള സത്യം നിങ്ങൾ തിരിച്ചറിയുക. ഇവിടെയാണ് മനസ്സിലാക്കേണ്ടത്. ഈ 3 ചിന്തകൾ മാറുമ്പോഴാണ് നമ്മുടെ മാർക്കറ്റ് മാറുന്നത് എന്ന് മനസ്സിലാക്കാം. നിങ്ങളുടെ ഒരു ഷോപ്പ് കീപ്പറായി മാത്രം കണ്ടാൽ നിങ്ങളുടെ മാർക്കറ്റ് നിങ്ങളുടെ വീടിന് ചുറ്റുമുള്ളവർ മാത്രമായി ഒതുങ്ങും എന്ന സത്യം അറിയുക. എന്നാൽ നിങ്ങളെ ഒരു സൊല്യൂഷൻ പ്രൊവൈഡർ ആയിട്ട്, പ്രശ്ന പരിഹാരം നൽകുന്ന ഒരാളായിട്ട് കണ്ടാൽ ആ പ്രദേശത്തെ മുഴുവൻ ആ പ്രശ്നങ്ങൾക്കുള്ള ലോകത്തിലെ മുഴുവൻ ആൾക്കാർക്കും ഒരു സേവനം നൽകാൻ നിങ്ങൾക്കൊണ്ട് സാധിക്കും. ഇന്ന് ലോകമെല്ലാം നമ്മുടെ മൊബൈൽ ഫോണിനകത്ത് കിടക്കുന്ന സംഭവമാണ്. പക്ഷെ നമ്മുടെ ചിന്താഗതികളാണ് ഈ മൊബൈലിനകത്ത് കൂടി
ലോകത്ത് എത്തിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നതെന്നറിയാം. ഒരു ഉദാഹരണമായിട്ട് പറയാം. ഒരു സാധാരണ കടക്കാരൻ തന്റെ ചിന്താഗതി മാറ്റിയപ്പോൾ ഉണ്ടായ സ്റ്റാർബക്സിന്റെ ഒരു ചായക്കടക്കാരൻ, നിങ്ങൾക്ക് എല്ലാവർക്കും സ്റ്റാർബക്സിന്റെ കഥ അറിയാമായിരിക്കും. ഒരു സാധാരണ ചായക്കടക്കാരൻ തന്റെ ചിന്താഗതി മാറ്റിയപ്പോൾ ഉണ്ടായതാണ് സ്റ്റാർബക്സ് എന്ന്. അവർ വിൽക്കുന്നത് ചായയോ കാപ്പിയാണോ എന്ന ചോദ്യം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കുക. സ്റ്റാർബക്സിൽ പോയാൽ നിങ്ങൾ ചായയും കാപ്പിയും എവിടെയും കിട്ടാത്തയും ചായയും കാപ്പിയും ആണോ കുടിക്കുന്നത്? ഒന്ന് കമന്റ് ചെയ്തേ. നിങ്ങൾ മറിച്ചൊരു അഭിപ്രായം നിങ്ങൾക്കുണ്ടോ? യെസ്, ഓഫ് കോഴ്സ്. സ്റ്റാർബക്സിൽ പോയാൽ എവിടെയും കിട്ടാത്ത ചായയും കാപ്പിയൊന്നും കിട്ടുന്നില്ല. മറിച്ച് അവിടെ ഒരു പ്രീമിയം അനുഭവം നിങ്ങൾക്ക് നൽകുന്നു. അവിടെയാണ് അവരുടെ മാർക്കറ്റ് ലേബലിൽ നിന്ന് അവർ ഗ്ലോബലിലേക്ക് മാറിയത്. കൊടുക്കുന്ന ചായയും കാപ്പിച്ചോനും ഇതൊക്കെ സെയിം ആണ്, ബ്ലാക്ക് ടീ ഒക്കെയാണ് നമ്മൾ അവിടെ പോയിട്ട് വാങ്ങിക്കുന്ന. വീട്ടിലെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന സിമ്പിളായ സാധനം അവിടെ കിടന്ന് നമ്മൾ പറഞ്ഞ വില കൊടുത്ത് കഴിക്കുന്നു. ഇത് എന്തിന്റെ പ്രത്യേകതയാ? ഒന്ന് ശ്രദ്ധിച്ചു വെച്ചോളൂ. രണ്ടാമത് അടുത്ത കാര്യം എന്ന് പറയുന്നത് ദ വ്യൂവേഴ്സ് എൻഗേജ്മെന്റ് എന്ന് പറയുന്ന കാര്യമുണ്ട്. അതായത് നമ്മുടെ ബിസിനസിന് അടുത്ത 5 വർഷത്തിനുള്ളിൽ എവിടെ എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? നിങ്ങൾക്ക് അതിന് കൃത്യമായ ഒരു പ്ലാൻ ഉണ്ടോ? ഒരു ലോക്കൽ പ്ലെയർ ആയിട്ടാണോ അതോ ഒരു സിറ്റി ലെവൽ അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ് ലെവൽ ബ്രാൻഡ് ആയിട്ടാണോ നിങ്ങൾ നിങ്ങളെ കാണുന്നത്? നിങ്ങളുടെ വിഷൻ ഒന്ന് താഴെ കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തൂ. നോക്കട്ടെ, നിങ്ങൾക്ക് സ്റ്റേറ്റ് ലെവലാണോ, സിറ്റി ലെവൽ, ഇന്റർനാഷണൽ മാർക്കറ്റിലാണോ, എവിടെ പോകാൻ താല്പര്യമെന്ന് നോക്കട്ടെ. വലിയ സ്വപ്നങ്ങൾ കാണുന്നതാണ് വലിയ ബിസിനസ്സുകളുടെ ആദ്യപടി എന്ന് തിരിച്ചറിയുക. എപ്പോഴും വലുതായി ചിന്തിക്കുക, വലുതായിട്ടുള്ള പ്ലാനുകൾ ഉണ്ടാക്കുക. അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞു വരുന്ന ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങളെ മനസ്സിലാക്കുന്ന ചെറിയൊരു വീഡിയോ മാത്രമാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ ഒരു ഐ ഓപ്പണിങ്ങിന് സാധ്യതയുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കാര്യം ശരിയായിരിക്കുമെന്ന് മനസ്സിലാക്കാം. അപ്പോൾ സുഹൃത്തുക്കളെ, നിങ്ങളുടെ മാർക്കറ്റ് മോശമാണെന്നോ കസ്റ്റമേഴ്സ് ഇല്ലെന്നോ ഒന്ന് പരാതി പറയുന്നതിന് മുമ്പ് നമ്മുടെ ചിന്താഗതി ഒന്ന് പരിശോധിച്ചു നോക്കുക. നമ്മുടെ ചിന്തകൾ അത്രയും മാത്രമേ നമ്മുടെ ബിസിനസ്സും വളരുകയുള്ളൂ എന്ന് കഴിഞ്ഞ ഒരുപാട് വീഡിയോകൾ ഞാൻ കൃത്യമായി പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതും കൂടി ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക. ചിന്താഗതികളുടെ അതിരുകൾ മാറ്റുക മാത്രമാണ് ബിസിനസിന്റെ അതിരുകൾ മാറ്റാനുള്ള ഏറ്റവും ലളിതമായ മാർഗം. മാർക്കറ്റ് താനേ വലുതാകും. വീഡിയോ കണ്ടാൽ ഒന്ന് ലൈക്ക് അടിച്ചേക്കുക, ബിസിനസ് ഗ്രൂപ്പുകളിലേക്ക് ഇതൊന്ന് ഷെയർ ചെയ്തേക്കുക. ഗുണകരമായി മാറിയെങ്കിൽ അടുത്ത വീഡിയോയിൽ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. നിങ്ങൾക്ക് ബിസിനസ്സുമായിട്ട് അറിയേണ്ട എന്തെങ്കിലും കാര്യങ്ങൾ താഴെ കമന്റിൽ രേഖപ്പെടുത്തുക. നമ്മളെ കൊണ്ട് അറിയാവുന്ന കാര്യങ്ങളൊക്കെ പരസ്പരം ഷെയർ ചെയ്യാം. അത് നിങ്ങളുടെ ബിസിനസ് വളർത്താനും എന്റെ ബിസിനസ് വളർത്താനും നമുക്ക് ഉപകരിക്കാം ഉപകാരപ്രദമാകട്ടെ എന്ന് മാത്രം ആഗ്രഹിച്ചുകൊണ്ട് ദിനേശ് മുഹമ്മദ് സൈനിങ് ഓഫ്. താങ്ക് യു വെരി മച്ച്.